സുഖമാണോ സുഖമാണ്. വ്യത്യസ്തമായ ഒരു ടൈറ്റിലിൽ വന്ന് മാത്യു തോമസും ദേവിക സഞ്ജയും ലീഡ് റോളുകളിൽ എത്തിയ പുതിയ സിനിമ സുഖമാണോ സുഖമാണ് കണ്ടു. അരുൺലാൽ രാമചന്ദ്രൻ ആണ് സുഖമാണോ സുഖമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു യുവാവിൻ്റെ കഥയാണ് സിനിമ പറഞ്ഞിരിക്കുന്നത്. നായകനായ തിയോ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ചുരുക്കരൂപം പടം തുടങ്ങുന്ന 10 മിനിറ്റിൽ തന്നെ പ്രേക്ഷകനെ മനസ്സിലാക്കി തരുന്നുണ്ട് സംവിധായകൻ. തൻ്റെ ജീവിത സാഹചര്യങ്ങൾ കാരണം സമൂഹത്തിൽ ഇൻട്രോവേർട്ടായി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ആളാണ് തിയോ. അയാൾക്ക് കൂട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ പരിഹാസങ്ങൾ കേൾക്കേണ്ടതായും വരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു മരണവീട്ടിൽ നായകൻ അബദ്ധവശാൽ എത്തുന്നതോടെ സിനിമയുടെ കഥയുടെ റൂട്ട് മാറുന്നു. പിന്നീട് അങ്ങോട്ട് നായകൻ്റെ മനസ്സിൽ സമാന്തരമായ ഒരു വിർച്വൽ വേൾഡ് ഉണ്ടായി വരുന്നു. ആ ഒരു ലോകത്താണ് നായകൻ പിന്നീട് ജീവിക്കുന്നതായി സിനിമ പറയുന്നത്. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സുഖമാണോ സുഖമാണ് എന്ന സിനിമ പറഞ്ഞിരിക്കുന്നതും. പടത്തിൻ്റെ ഏകദേശം പകുതിയോടെ നായികയായ ഷാരു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ദേവിക കടന്നു വരുന്നു. ജഗദീഷും സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു സപ്പോർട്ടിംഗ് റോളിൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇമോഷൻസും ഹ്യൂമറും ഒക്കെയുള്ള വേഷം ജഗദീഷും ത്രൂ ഔട്ട് ഭംഗിയായി ചെയ്തതായി തോന്നി. മാത്യു തോമസ് തിയോ എന്ന വേഷം ആദ്യാവസാനം ഒരേ ഫ്രീക്വൻസിയിൽ തന്നെ ചെയ്തു ഫലിപ്പിച്ചു. സ്ഫടികൻ ജോർജിൻ്റെ വല്യപ്പൻ വേഷവും നോബിയുടെ ഗുണ്ടാ വേഷവും അബിൻ ബിനോയുടെ റാപ്പർ വേഷവും ഒക്കെ സിനിമയിൽ ത്രൂ ഔട്ടായി ഓർമ്മിക്കത്തക്കതായി തന്നെ നിന്നു. മൊത്തത്തിൽ ഒരു കളർഫുൾ മൂഡിൽ കളർഫുൾ രംഗങ്ങളോടെയും കളർഫുൾ ഷോട്ടുകളോടെയും ആണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നായകൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്ന ഫാൻറ്റസി എലമെൻ്റ് കലർന്ന സാങ്കല്പിക ലോകം ഇമോഷണലി വീഴ്ത്തിയാൽ മാത്രമേ പ്രേക്ഷകന് ഈ സിനിമ വർക്കാവാൻ സാധ്യതയുള്ളൂ എന്നതാണ് വലിയ കാര്യം. ഈ അടുത്തിടെ വന്ന സിനിമകളിൽ ഉള്ള തരത്തിലുള്ള ഒരു ഫാൻറ്റസി അല്ല ഇവിടെ വരുന്നതും. ഒരു വ്യത്യസ്തതയൊക്കെ ആ ഫാൻറ്റസി വേൾഡിനുണ്ട്. പക്ഷേ എത്ര പേർക്ക് അത് അവരവരുടെ വേവ് ലെങ്ത്തിൽ വരുമെന്ന് അറിയില്ല. 2 മണിക്കൂറിൽ താഴെയാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. വലിയ ലൊക്കേഷനുകളോ മറ്റോ ഒന്നും അധികമായി സിനിമയിൽ വരുന്നും ഇല്ല. എന്നിരുന്നാലും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയ തരത്തിൽ വേണമെങ്കിൽ പടം എൻഗേജിംഗ് ആക്കി അവതരിപ്പിക്കാമായിരുന്നു എന്നും പേഴ്സണലി തോന്നി. ആകെ മൊത്തത്തിൽ സിനിമയെ നോക്കിക്കാണുമ്പോൾ ശരാശരിയിലും താഴെ സ്കോർ കൊടുക്കാവുന്ന ഒരു ഫീൽ ഗുഡ് ഫാൻറ്റസി പടമാകുന്നു സുഖമാണോ സുഖമാണ്. പാർഷ്യലി സാറ്റിസ്ഫൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് ഓൾ. സുഖമാണോ സുഖമാണ്.